ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങള് നെക്സ്റ്റ് ഫോണിക് സൗണ്ട് ആണ് പഠിപ്പിക്കാൻ പോവാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, സിയനോട് ചോദിച്ചു സിയുടെ ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് ഇടാത്തത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കാണാത്തത്, നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യണില്ലേ ചോദിച്ചു. അപ്പോൾ എന്താ വീഡിയോ ചെയ്യാത്തത് എല്ലാവർക്കും അറിയുണ്ടാവും. ഞങ്ങൾ തിരക്കുണ്ട്, പഠിക്കണം, ക്ലാസ് തുടങ്ങി. പിന്നെ നമുക്ക് വേറെ 2 യൂട്യൂബ് ചാനലുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതായാലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അറിയണവരൊക്കെ അത് സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറയൂ ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് വേറെ വീഡിയോയ്ക്ക് പോവാം. അപ്പോഴേക്കും നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും വെള്ളം കുടിക്കാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ, നമ്മൾ എന്ത് പഠിക്കാനിരിക്കുമ്പോഴും കുട്ടികൾക്ക് എപ്പോഴും ഒരു ബോട്ടിലിൽ വെള്ളം കൊടുക്കുക, ഒന്ന് സിപ്പ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് അവരുടെ ബ്രെയിൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബ്രെയിൻ ജിമ്മുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ, അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവരെന്നെ എൻഗേജ്ഡ് ആവും. കൊച്ചുമക്കളായാലും വലിയവരായാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിന് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഭയങ്കര ഉത്സാഹം കിട്ടുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തും. അപ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമ്മൾ എക്സസൈസുകൾ ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഇത് പഠിക്കാനിരിക്കുന്നതിനേക്കാൾ മുൻപ് പഠിപ്പ് ഒരു ബേർഡൻ ആക്കി കൊടുക്കരുത് കുട്ടികൾക്ക്. ഒരു സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സത്യത്തിൽ പഠിച്ചവരും പഠിക്കാത്തവർക്കും ഒന്നും ഭാവിയിൽ എന്താ ഉണ്ടാവണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അറിവ് കൊടുക്കുക. പഠിച്ച് ഫസ്റ്റ് ആവുമോ അല്ലെങ്കിൽ റാങ്ക് വാങ്ങുമോ അതല്ല, അവർക്ക് അറിവ് കിട്ടുക എന്നുള്ളതാണ്. എന്തിനും പറ്റിയും നമ്മളിവിടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അങ്ങനെയാണ്. നിങ്ങൾ റാങ്ക് ഹോൾഡർ ആവാൻ ഞങ്ങൾ പറയില്ല, പക്ഷേ നിങ്ങൾ അറിവ് കിട്ടണം. നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജിജ്ഞാസ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ ശ്രമിക്കണം, ബുക്കുകൾ വായിക്കണം. ഇതൊക്കെ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ ചെയ്തു കൊടുക്കണ കുഞ്ഞു കുഞ്ഞു അറിവുകൾ. അപ്പം നമ്മൾ FR വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. FR TR എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ വാക്കുകളെ വായിക്കുക എന്നേ, ട്ര എന്നാണ് വായിക്കുക. യെസ്. അപ്പം അങ്ങനെ 2 വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾ വാക്കുകളും വേർഡ്സൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ ഇനി നമ്മൾ പറഞ്ഞത് പ്ലേറ്റ്. അപ്പോൾ നമ്മളിന്നിവിടെ ഇപ്പോൾ എങ്ങനെയാണ് യു എന്നുള്ളത് നമ്മൾ മാജിക് കീക്ക് മുൻപ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും? ഉ എന്നായിരിക്കും. യെസ്. അപ്പോൾ വാല്യൂ നമ്മൾ എങ്ങനെയാണ് പറയുക? VALUE എന്നാണെങ്കിൽ ആ യുവിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും? ഉ. അതായത് എപ്പുറത്ത് മാജിക് കീ ഉണ്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇ എന്ന് പറയാൻ മറക്കരുത്. അത് മാജിക് കീ ആണെന്ന് പറയണം. അവിടെ ആ ഒരു ഇ ഉള്ളത് കൊണ്ട് തന്നെ എൽ കഴിഞ്ഞ് യു ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മാജിക് കീ ഉണ്ട്. അതെ, മാജിക് കീ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയണത് കണ്ടിന്യൂ. നമ്മൾ എങ്ങനെയാ പറയുക? കണ്ടിന്യൂ പറയുമ്പോൾ CONTINUE ആണ് വരുന്നത്. അത് കണ്ടിന്യൂ എന്ന് വരുമ്പോഴും ഇതുപോലെ തന്നെ മാജിക് കീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ യുവിന് പകരം ഉ എന്നുള്ള സൗണ്ടാണ് വരിക കേട്ടോ. അപ്പം അതൊന്ന് കുറച്ച് കണ്ടുപിടിച്ച് വാക്കുകൾ കണ്ടിരിക്കുക. ബ്ലൂ, ഗ്ലൂ, ക്ലൂ, പിന്നെ ട്രൂ, ഇതൊക്കെ എന്തായിട്ടാണ് വരിക? ഈ മാജിക് കീ ഇപ്പത്തുകൊണ്ട് ഉ എന്ന ബ്ലൂ, അതായത് യു എന്നുള്ള സൗണ്ടിനെ ഉ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പം അതെല്ലാവരും കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ, ആർഗ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ വാക്കുകൾ കണ്ടുപിടിക്കുക. അപ്പം അതൊരു ചെറിയൊരു നമ്മൾ പറയുക എന്താ പറയുക, ഒരു ഗെയിം പോലെ വെച്ച് കുട്ടികളെ കൊണ്ട് ഒരു 10 വേർഡ്സ് മാത്രം കണ്ടുപിടിച്ച് അത് ബുക്കിൽ എഴുതി വെച്ച് അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ കുട്ടികൾ അങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലാണ്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് അവർ 3 പേരും ഒന്നും പഠിക്കാറില്ല. അവർക്ക് എല്ലാ അറിവുകളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ബൈ ഹാർട്ട് ചെയ്യാണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ഇരുന്ന് ഇങ്ങനെ നമ്മൾ പറയില്ലേ, പണ്ടൊക്കെ അങ്ങനെയാണ്, ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. തത്തമ്മേ പൂച്ച പൂച്ച പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് തന്നെ ഒരു 100 പ്രാവശ്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബൈ ഹാർട്ട് ആവും. പക്ഷെ അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ മനസ്സിലാക്കിയിട്ടല്ല, അതങ്ങനെ പഠിച്ചെടുക്കണോ, നമ്മളെങ്ങനെയോ പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതി വെക്കണോ, അതിൽ മാർക്ക് വാങ്ങിച്ചു വരണം, അതിൽ അർത്ഥമില്ല. നമ്മളെങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു എന്തുകൊണ്ടാണ് അത് പഠിക്കണത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സംഗതി എവിടെയെങ്കിലും അവർക്കത് ഉപയോഗിക്കാൻ പറ്റാതാണെങ്കിൽ ആ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അത് യൂസ് ചെയ്യിപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് അമ്മമാരാണ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മമാർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിമാരോ ചേട്ടന്മാരാണ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുക കുഞ്ഞുമക്കളെ. എന്നിട്ട് ഇതൊന്ന് കുറച്ച് വേർഡ്സുകൾ കണ്ടുപിടിക്കുക. ആർഗ്യൂ, ക്ലൂ, ട്രൂ, ബ്ലൂ, പിന്നെന്തായിരുന്നു, കണ്ടിന്യൂ, ഇതൊക്കെയാണ് നമ്മൾ തരുന്ന വാക്കുകൾ. അത് കൂടാണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.